സിന്ധു 2.0 പോകുന്നത്. പാകിസ്ഥാനിൽ സ്ഫോടന പരമ്പര. ലാഹോറിന് പിന്നാലെ കറാച്ചിയിലും സ്ഫോടനം നടന്നിരിക്കുന്നു. ആ സ്ഫോടനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചിരിക്കുന്നു. പുതിയ തന്ത്രങ്ങൾ എന്നൊക്കെയാണ് വിവരങ്ങൾ. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ദൃശ്യങ്ങളിൽ സ്ക്രീനിൽ കാണുന്നത് കറാച്ചിയിലുണ്ടായ സ്ഫോടനത്തിന്റെ വിവരങ്ങളാണ്. ലാഹോറിന് പിന്നാലെ കറാച്ചിയിലും സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാൻ കേൾക്കാനും ഞെട്ടാനും തയ്യാറായിക്കോളൂ. പാകിസ്ഥാനിൽ സ്ഫോടന പരമ്പരയാണ്. ലാഹോറിലായിരുന്നു ആദ്യം നമ്മൾ കണ്ടതെങ്കിൽ ഇതാ കറാച്ചിയിലും ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇങ്ങോട്ടേക്ക് ആക്രമിച്ച് ഇന്ത്യയെ കൂടുതൽ വിറളി പിടിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ അവിടെയും ശബ്ദം കേട്ടു തുടങ്ങുകയാണ്. ഇപ്പോഴത്തെ ഈ സ്ഫോടനത്തിന്റെ വിവരങ്ങൾ എന്താണ്? നോക്കൂ സുജയ, വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നതെന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. രാവിലെ ലാഹോറിൽ 3 സ്ഫോടനങ്ങളാണ്. അത് വാൽക്കോട്ട് എയർപോർട്ടിനടുത്താണ് ആ സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് വളരെ പ്രധാനമാണ്. ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളത്തിന്റെ പരിസരത്ത് തന്നെ സ്ഫോടനം നടത്താൻ അവിടുത്തെ ഭീകരവാദികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ ബലൂജി ലിബറേഷൻ ആർമിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബലൂചിസ്ഥാനിൽ വലിയ കലാപമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടക്കുന്നത്. അവർ ലാഹോറിൽ ആദ്യം സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കറാച്ചിയിലും വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കറാച്ചി എന്ന് പറയുന്നത് വലിയ ജനാധിവാസ കേന്ദ്രമാണ്. അവിടെയാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കാനായി LOCയുടെ അടുത്ത് സൈന്യം തയ്യാറെടുക്കുമ്പോൾ ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയും കലാപവുമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ സേന നടത്തുന്നത്. അതിർത്തിയിൽ പഞ്ചാബിനെ കേന്ദ്രീകരിച്ച് ആക്രമണം ആസൂത്രണം ചെയ്യുന്നു എന്നതിന്റെ ഭാഗമായിട്ട് വലിയ മുൻകരുതലാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അമൃത്സർ അടക്കമുള്ള പട്ടണങ്ങളിലൊക്കെ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തി ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് കൂടുതലായി മരുന്നുകളും രക്തമടക്കമുള്ള കാര്യങ്ങളെല്ലാം സമാഹരിച്ചിട്ടുണ്ട്. കറാച്ചിയിലെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കറാച്ചിയിലെ ഷറാഫി ഗോത്തിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഷറാഫി ഗോത്തിലാണ് ലാഹോറിന് പിന്നാലെ ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. 3 ബ്ലാസ്റ്റുകൾ എന്നതാണ്. അതായത് ലാഹോറിലെ വോൾട്ടൺ മേഖലയിലെ 3 ബ്ലാസ്റ്റുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കറാച്ചിയിലെ ഈ സ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു സെക്യൂരിറ്റി അലേർട്ടിലേക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3 വിമാനത്താവളങ്ങളും പൂർണ്ണമായ ഒരു ക്ലോഷറിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ പാകിസ്ഥാനിൽ കാണുകയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, തുടരാം. നോക്കൂ സുജയ്, അത് തന്നെയാണ് പ്രശ്നം. കാരണം വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യൻ സൈന്യത്തിൽ നിന്നല്ല, മറിച്ച് പാകിസ്ഥാനുള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരരിൽ നിന്നാണ്. ആ രാജ്യം ഇപ്പോൾ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി ആരെയാണോ പാലൂട്ടി പാകിസ്ഥാൻ വളർത്തിയത് ആ ഭീകര സംഘടനകൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. രാജ്യം ഒരു വലിയ യുദ്ധഭീഷണിയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയൊരു യുദ്ധഭീഷണി ഇന്ത്യയിൽ നിന്ന് നേരിടുമ്പോൾ പാകിസ്ഥാനിനുള്ളിൽ തന്നെ വലിയ കലാപം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ കലാപം അമർച്ച ചെയ്യാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വെല്ലുവിളി ഏറ്റവും ശക്തമായി ഉയർത്തിയിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ നിന്നാണ്. നമുക്കറിയുന്നത് പോലെ ബലൂചിസ്ഥാൻ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാന്. ഏറ്റവും വലിയ വെല്ലുവിളി ബലൂചിസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാൻ നേരിടുന്നത്. അവിടെയാണ് അടുത്തിടെ ഒരു വലിയ തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി വലിയ പോരാട്ടം നടന്നത്. ആ അർത്ഥത്തിൽ ബലൂജി ലിബറേഷൻ ആർമി ഒരു വലിയ തലവേദനയായി പ്രതിസന്ധിയായി നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ആഭ്യന്തര വിമാന സർവീസുകൾ അടക്കം നിർത്തിവെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഭീഷണിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, ആഭ്യന്തരമായി തന്നെ ബലൂജികളുടെ അക്രമം ഉണ്ടാകാമെന്നുള്ള റിപ്പോർട്ടാണ് പാകിസ്ഥാൻ ആർമിക്കുള്ളത്, ISIക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ജാഗ്രത ആഭ്യന്തരമായി പാകിസ്ഥാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് കടന്നു കയറി വലിയൊരു ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലൊരു യുദ്ധരീതി ഇന്ത്യക്ക് ഇല്ലാതാനും. കാരണം ഒരു വ്യോമാതിർത്തിയോ സൈനികാതിർത്തിയോ ലംഘിക്കാതെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഈ എയർ സ്ട്രൈക്ക് ഇന്ത്യ നടപ്പാക്കിയത്. ഇന്ത്യ ഈ യുദ്ധമര്യാദകളെല്ലാം പുലർത്തുന്നതുകൊണ്ട് തന്നെ അനാവശ്യമായി ജനങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓൾ പാർട്ടി മീറ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് പോകണം. നിർണായകമായ സർവകക്ഷി യോഗം ദില്ലിയിൽ തുടരുകയാണ്.